ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡോക്ടർ രഞ്ജിത്ത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ത്രിഫലയെ പറ്റിയാണ്. ത്രിഫല എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ 3 ഫലങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ത്രിഫല എന്ന് പറയുന്നത്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക. നമ്മൾ ഈ 3 മരുന്നുകൾ, അതായത് കടുക്ക, നെല്ലിക്ക, താന്നിക്കയുടെ കുരു കളഞ്ഞ ശേഷം അതിന്റെ തോട് ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ത്രിഫല ചൂർണം ഉണ്ടാക്കുന്നത്. ഇതാണ് കടുക്ക. സംസ്കൃതത്തിൽ ഇതിനെ ഹരിതകി എന്ന് പറയുന്നു. താന്നിക്ക വിഭീതകി, അതുപോലെ തന്നെ നെല്ലിക്ക ആമലകി. ഇത് 3ഉം സമമായി എടുത്ത് പൗഡർ ചെയ്തതിനെയാണ് നമ്മൾ ത്രിഫല ചൂർണം എന്ന് പറയുന്നത്. ഒരു സർവ്വരോഗ സംഹാരിയാണ് ത്രിഫല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രത്തോളം ഗുണങ്ങളാണ് ത്രിഫലയ്ക്കുള്ളത്. ത്രിഫലയുടെ ആന്റി ഓക്സിഡന്റ് അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയെ പറ്റി ധാരാളം റിസർച്ച് സ്റ്റഡി നടന്നിട്ടുണ്ട്. അതുപോലെ നെല്ലിക്കയുടെ ഒരു സാന്നിധ്യമുള്ളതുകൊണ്ട് വൈറ്റമിൻ സിയുടെ ഒരു കലവറയും കൂടെയാണ് ഈ ത്രിഫല. ത്രിഫല നല്ലൊരു രസായന ഔഷധം കൂടിയാണ്. അതായത് നമ്മുടെ ജരാനരകളൊക്കെ ബാധിക്കുന്നത് വൈകിപ്പിക്കാൻ ഈ രസായന ഔഷധം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോള്, അതുപോലെ പൊണ്ണത്തടി മുതലായവ നിയന്ത്രിച്ച് നിർത്താൻ ത്രിഫലയുടെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നതാണ്. ഈ രോഗാവസ്ഥയുള്ളവര് 1 ടീസ്പൂൺ ത്രിഫല ചൂർണം 1/2 ഗ്ലാസ് നേരിയ ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക്, മലബന്ധമുള്ള ആളുകൾക്ക് നമുക്ക് 1 ടീസ്പൂൺ ത്രിഫല ചൂർണം രാത്രി കിടക്കുന്നതിന് മുമ്പ് സേവിക്കാവുന്നതാണ്. മലബന്ധത്തിന്റെ കാഠിന്യം കൂടുതലുള്ള ആളുകൾക്ക് ത്രിഫലയോടെ കൂടെ നമുക്ക് ശുന്നാമുഖി എന്നൊരു ഔഷധം കൂടെ ചേർത്തിട്ട് ബൃഹത്രിഫല എന്നൊരു ഔഷധം കിട്ടും. അതായിരിക്കും കൂടുതൽ ഉത്തമം. കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രായമായവരിലുണ്ടാകുന്ന കാഴ്ചക്കുറവിന് 1 ടീസ്പൂൺ ത്രിഫല ചൂർണം തേനും നെയ്യും ചേർത്ത് കഴിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തേനും നെയ്യും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഒരിക്കലും ഒരേ അളവിൽ ചേർക്കരുത്. ഒരേ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് വിരുദ്ധ സ്വഭാവം ഉണ്ടാവുന്ന ആയുർവേദം നിർദ്ദേശിക്കുന്നു. അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ അത് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ തേനും നെയ്യും ഉപയോഗിക്കുക. അതുപോലെ ത്വക്ക് രോഗമുള്ളവർക്ക് ത്രിഫല തോട് കിഴിയട്ടിയ ശേഷം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിട്ട് തിളപ്പിച്ച ശേഷം ആ വെള്ളം കൊണ്ട് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ത്വക്ക് രോഗങ്ങൾക്കൊരു ശമനം കിട്ടും. അതുപോലെ വായ്പുണ്ണുള്ളവർക്ക് ത്രിഫലയും തേനും ചേർത്ത് ആ പുണ്ണുള്ള ഭാഗത്ത് പുരട്ടുകയോ അല്ലെങ്കിൽ അത് വായിൽ കവിൾകൊള്ളുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ചില ആളുകൾക്ക് ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്, അതായത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഗർഭിണികൾക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കും പിന്നെ അതുപോലെ അതിസാരം, അതായത് വയറിളക്കമുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ത്രിഫല ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുപോലെ ദീർഘകാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗവും നല്ലതല്ല. 1-2 മാസം ഉപയോഗിച്ച ശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്ത ശേഷം വീണ്ടും കഴിക്കുന്നതായിരിക്കും നല്ലത്.